കേസിൽ ഇഡി കുറ്റപത്രത്തിനെതിരെ വിമർശനം ശക്തമാവുകയാണ്. പോലീസ് കുറ്റപത്രത്തിലെ ഒട്ടുമിക്ക ആളുകളെയും ഇഡി ഒഴിവാക്കിയതായാണ് വിമർശനം. ധർമ്മരാജൻ വാങ്ങാൻ തീരുമാനിച്ച ട്രാവൻകൂർ പാലസ് ഹോട്ടൽ ഉടമയായ തുഷാർ വെള്ളാപ്പള്ളിയുടെ മൊഴിയും ഇഡി രേഖപ്പെടുത്തിയില്ല. ഇഡി നൽകിയ കുറ്റപത്രത്തിൽ തുഷാർ സാക്ഷിപ്പട്ടികയിലുമില്ല. സഹിൻ ആന്റണിയാണ് വിവരങ്ങളുമായി ചേർന്നത്. സഹിൻ, അടിമുടി ആശയക്കുഴപ്പങ്ങളുള്ള ഒരു കുറ്റപത്രമാണ് ഇന്നലെ ഇഡി സമർപ്പിച്ചത് എന്ന കാര്യത്തിൽ സംശയങ്ങളൊന്നുമില്ല. ഈ പണത്തിന്റെ ഉറവിടമാവട്ടെ അല്ലെങ്കിൽ ആർക്ക് വേണ്ടി എത്തിച്ചതാവട്ടെ, ഈ കാര്യങ്ങളിൽ ഒന്നും തന്നെ ഒരു വ്യക്തതയുമില്ലാത്ത ഒരു കുറ്റപത്രമാണ് സമർപ്പിച്ചത്. ഇപ്പോൾ ഈ കുറ്റപത്രത്തിലെ കൂടുതൽ കാര്യങ്ങൾ, കൂടുതൽ കുഴപ്പങ്ങൾ പുറത്തു വന്നുകൊണ്ടിരിക്കുകയാണ്. തീർച്ചയായിട്ടും സേതു, അങ്ങനെ തന്നെയാണ് മനസ്സിലാക്കേണ്ടത്. കാരണം പോലീസ് 2021 സമർപ്പിച്ച കുറ്റപത്രം എന്തായിരുന്നു, അതിന് നേരെ വിപരീതമായിട്ടുള്ളൊരു കുറ്റപത്രമാണ് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് സമർപ്പിച്ചിരിക്കുന്നത്. മാത്രമല്ല, ധർമ്മരാജൻ ട്രാവൻകൂർ പാലസ് ഹോട്ടൽ വാങ്ങാൻ വേണ്ടി ആലപ്പുഴയിലേക്ക് പണവുമായി തൻ്റെ ഡ്രൈവറെ പറഞ്ഞുവിട്ടു, ഷംജീറിനെ പറഞ്ഞുവിട്ടു എന്നുള്ളതായിരുന്നു. അതിൽ 3,56,00,000 രൂപ മോഷണം പോയി, അല്ലെങ്കിൽ ഒരു സംഘം തട്ടിയെടുത്തു എന്നുള്ളതായിരുന്നു പരാതി. ഈ പരാതിയിൽ പറയുന്ന ട്രാവൻകൂർ പാലസ് ഹോട്ടൽ അതിൻ്റെ ഉടമ എന്ന് പറയുന്നത് BDJSന്റെ പ്രസിഡന്റായിട്ടുള്ള തുഷാർ വെള്ളാപ്പള്ളിയാണ്. BJPയുടെ സഖ്യകക്ഷിയാണ്, NDAയിലെ സഖ്യകക്ഷിയാണ്. ആ തുഷാർ വെള്ളാപ്പള്ളിയുടെ ഹോട്ടൽ വാങ്ങാൻ പോയി എന്നാണ് പറയുന്നത്. പക്ഷേ ഒരു ഘട്ടത്തിൽ പോലും തുഷാർ വെള്ളാപ്പള്ളിയുടെ മൊഴിയെടുക്കാനോ അദ്ദേഹത്തെ സാക്ഷിപ്പട്ടികയിൽ ഉൾപ്പെടുത്താനോ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് തയ്യാറായിട്ടില്ല എന്നുള്ളതാണ് മനസ്സിലാക്കേണ്ടത്. മാത്രമല്ല, ഈ ഒരു പോലീസിൻ്റെ ഒരു കഥയിൽ പോലും ഇത്തരത്തിൽ ഒരു ഘട്ടത്തിൽ പോലും ഈ ട്രാവൻകൂർ പാലസ് ഹോട്ടലിനെ കുറിച്ചോ അല്ലെങ്കിൽ ഈ ഹോട്ടൽ വാങ്ങുന്നതിനെ കുറിച്ചോ പോലീസ് പറയുന്നില്ല. പകരം BJPക്കായി കൊണ്ടുവന്ന തിരഞ്ഞെടുപ്പ് പണം എന്നുള്ള നിലയിലായിരുന്നു പോലീസ് ഇക്കാര്യങ്ങളെല്ലാം സൂചിപ്പിച്ചിരുന്നത്. എന്നാൽ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് സമർപ്പിച്ച കുറ്റപത്രത്തിൽ അതിന് നേരെ വിപരീതമായിട്ടുള്ള കഥകളും വിവരങ്ങളുമാണ് പുറത്തു വരുന്നത്. ഈ ഷംജീറിന് ഈ പണം ധർമ്മരാജൻ കൊടുത്തുവിട്ടതാണ്. ധർമ്മരാജൻ ഇത് സംബന്ധിച്ചുള്ള രേഖകളെല്ലാം ഹാജരാക്കിയെന്ന് പറയുന്നു. ആ രേഖകളെല്ലാം തന്നെ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് ശരിവയ്ക്കുകയാണ്. പക്ഷേ പോലീസ് പറയുന്നത് 42 കോടിയോളം രൂപ കേരളത്തിലേക്ക് വന്നിട്ടുണ്ട്. ഇതെല്ലാം ധർമ്മരാജൻ കടത്തിയ പണമാണ്. ധർമ്മരാജൻ വലിയൊരു കുഴൽപ്പണ കടത്തിന് വേണ്ടി സഹായിക്കുന്ന ഒരാളാണ് എന്നുള്ളതാണ് പോലീസിൻ്റെ കണ്ടെത്തൽ. എന്തായാലും പോലീസ് എന്ത് കണ്ടെത്തിയോ അതിന് നേരെ വിപരീതമായ കാര്യങ്ങളെ ഇഡി കണ്ടെത്തിയിരിക്കുന്നു. മാത്രമല്ല, ഇതിൽ ചില ആളുകളുടെയൊക്കെ മൊഴിയെടുക്കാത്തത് സംശയങ്ങൾക്കും ഇടവരുത്തുന്നുണ്ട്. സ്വാതി, ശരി സഹി.